കേരളത്തിലെ അടുത്ത പ്രധാനപ്പെട്ട ഒരു മണ്ഡലം പിന്നെ ഈ പറയുന്ന തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം എല്ലാ കാലത്തും അടുത്ത കാലത്തായിട്ട് വളരെ എന്താണ് കേരളം ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ കാരണം ജെന്യുവൻലി ഒരു ലോക്സഭാ സീറ്റിൽ BJP രണ്ടാം സ്ഥാനത്ത് എത്തുന്ന ഒരു മണ്ഡലമാണ്. അത്രയും വോട്ട് അവർക്ക് ഇവിടെ ഉണ്ട്. ഇത്തവണ അത് കൂടുതൽ പ്രസക്തമാവുന്നത് അവിടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വരുന്നതല്ല. രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി ആയതുകൊണ്ടല്ല, അദ്ദേഹം ശശി തരൂരിന് ഒത്ത എതിരാളിയാണ്. ഇതുവരെ ശശി തരൂരിന് ഒത്ത എതിരാളിയെ കിട്ടിയിരുന്നില്ല. രാജേട്ടനാണെങ്കിലും മറ്റു BJP സ്ഥാനാർത്ഥികളൊക്കെ ആണെങ്കിൽ പോലും അവരൊരു സഹതാപത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ യോഗ്യന്മാർ എന്ന രീതിയിലൊക്കെ വോട്ട് കിട്ടിയെന്നുള്ളതായിരുന്നു. ഇതല്ല, ശശി തരൂർ എന്താണോ പ്രാക്ടിക്കലി അതിനെ കവച്ചു വെക്കുന്ന ആളാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ. ഇങ്ങനെ നല്ല ഇംഗ്ലീഷ്, ഇയാൾ ശശി തരൂരിന്റെ ആപ്പാടെ കൊണ്ട് ഞാൻ കണ്ടത് ഇംഗ്ലീഷ് പറയുന്നത് മാത്രമാണ് ഒരു വലിയ കാര്യമെങ്കിലും ശശി തരൂരിനെക്കാട്ടും നന്നായിട്ട് മനുഷ്യന് മനസ്സിലാവുന്ന ഇംഗ്ലീഷ് പറയുന്ന ആളാണ് രാജീവ്. പിന്നെ രാജീവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല ബിസിനസ്മാൻ ആണ്. എല്ലാ കാര്യം കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന ആളാണ്. ബുദ്ധിരാക്ഷസനാണ്. ചെയ്ത ഒരു കാര്യത്തിൽ ഇതുവരെ അദ്ദേഹത്തെ പേച്ചിട്ടില്ല. എല്ലാം വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടും മീനിങ് ഫുൾ ആയിട്ടും ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിന് ആദ്യമായിട്ട് തന്റെ തരത്തിലൊത്ത ഒരു ഈക്വൽ ആയിട്ടുള്ള എതിരാളിയെ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മത്സരം ശക്തമാവും. പക്ഷെ മത്സരം ശക്തമാകുമ്പോൾ ഒന്നാം ഘട്ടത്തില് ഈ പറയുന്ന രാജീവ് വന്ന സമയത്ത് പോസ്റ്ററുകളെല്ലാം രാജീവിന്റെ ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് രാജീവിന്റെ ഒരു ടീമുണ്ട്. അതിന് അവർ നന്നായി ചെയ്തിട്ടുണ്ട്. അത് വികസനത്തിന്റെ വികസനമല്ല, പുരോഗതിയുടെ രാജീവ്, ടെക്നോളജിയുടെ രാജീവ്, ഇനി കാര്യം നടക്കുന്ന വളരെ ആകർഷകമായ ടൈറ്റിൽസ് ഒക്കെ കൊടുത്തുകൊണ്ട് ക്യാപ്ഷനെ കൊടുത്തുകൊണ്ടുള്ള പോസ്റ്ററൊക്കെയാണ്. അതൊക്കെ വളരെ വളരെ ശ്രദ്ധ ആകർഷിക്കുന്നത്. പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പ്രചാരണ രംഗത്ത് ആ ഒരു മുന്നോട്ടം കാണുന്നില്ല. ഇപ്പൊ എന്റെ വീട്ടിൽ ഒരു തവണ BJP-ക്കാർ, ലോക്കൽ BJP-ക്കാർ തന്നെ വരികയുണ്ടായി. പക്ഷെ മറ്റു പല സ്ഥലങ്ങളിൽ ഞാൻ കേട്ടുന്നത് BJP ആളുകളെ കിട്ടാനില്ല എന്നുള്ളത്. ഇനി രണ്ടാമത് അവർ വന്നിട്ടില്ല, വരാൻ സമയമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പോസ്റ്റർ യുദ്ധത്തിൽ ഇപ്പം മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും രാജീവിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. എവിടെയോ ഒരു മന്ദിപ്പ് സംഭവിച്ച പോലെ തോന്നുന്നു. അപ്പൊ നേരെ സുരേഷ് ഗോപിയുടെ കാര്യത്തിന് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ രാജീവ് ജയിക്കുന്നത് പലർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അതിന് അദ്ദേഹം ഈ സിസ്റ്റത്തിന് പുറത്തുനിന്ന് വന്ന ഒരാളാണ്. അത് തന്നെയാണ് അഡ്വാൻറ്റേജ്. ഇപ്പം BJP-ക്ക് RSS-ന് വോട്ട് ചെയ്യാൻ മടിക്കുന്നവർ പോലും എന്നാൽ നാട്ടിൽ കൊള്ളാവുന്നതിന് വോട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ രാജീവിനെ പോലെ സുരേഷ് ഗോപിയെ പോലുള്ള ആളുകൾ വോട്ട് ചെയ്യും. കാരണം അവർ ടിപ്പിക്കൽ BJP-ക്കാരോ ടിപ്പിക്കൽ RSS-കാരോ അല്ല. ഇവരൊക്കെ എല്ലാം തന്നെ ഒരു കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള, ഒരു ലിബറൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ കൂടെ BJP-യുടെ വോട്ടും കൂടി കിട്ടി അവർ ജയിക്കേണ്ടതാണ്. അപ്പൊ രാജീവിനെ സംബന്ധിച്ചിടത്തോളം രാജീവ് തിരുവനന്തപുരത്ത് അദ്ദേഹം സ്ഥാനാർത്ഥി നിർണ്ണയിക്കപ്പെട്ട ഉടനെ തന്നെ തിരുവനന്തപുരത്ത് നിർണായകമായ ചില പ്രശ്നങ്ങൾ അദ്ദേഹം ഇവിടെ ഉണ്ടായി. കാരണം ഒന്ന്, തീരദേശ മേഖലയിലെ ഈ പൊഴിമുറന്ന് പ്രശ്നം ഉണ്ടാകുന്ന ഏരിയകളിലെ ആ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള പുലിയൂര് ഒരു പ്രദേശം ഉണ്ടല്ലോ ഇവിടെ, ആ പ്രദേശത്തെ പ്രശ്നങ്ങൾ അദ്ദേഹം ഇടപെട്ട് തുടങ്ങി. പിന്നെ ആ പ്രദേശത്ത് സ്കൂളുകളൊക്കെ കൃത്യമായി സന്ദർശിച്ചുകൊണ്ട് ശശി തരൂരിന്റെ ഒരു സ്ട്രോങ് ഹോൾഡ് കൂടിയാണത്. അങ്ങനെ അവിടുത്തെ ഒരു സാമുദായിക സമവാക്യമൊക്കെ വെച്ചുകൊണ്ട്. പക്ഷേ ശശി തരൂരിന് മുമ്പത്തെ പോലെ അവിടെ ഒരു സ്വാധീനമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ വിഴിഞ്ഞം വിഷയത്തിലൊക്കെ ശശി തരൂർ എടുത്ത നിലപാടുകൾ അവരെ നിരാശരാക്കുന്നതാണ്. ശശി തരൂരിന്റെ സ്റ്റാഫിൽ ആ പ്രദേശത്തുള്ള കുറച്ച് ആളുകൾ ഉണ്ടെന്ന് സത്യമാണ്. പക്ഷെ അതിൽ ഇവര് ഇടപെടലുകൾ നമ്മൾ വിചാരിച്ചത്ര പോകുന്നില്ല. ഒരു സാധാരണ MP നിന്ന് പ്രതീക്ഷിക്കുന്ന അല്ലല്ലോ ശശി തരൂരിന്റെ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അത്ര പോകുന്നില്ല. അതിപ്പം വേറൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇതൊന്നും ചർച്ചയാവില്ല. കാരണം ശശി തരൂർ ഈസ് ഫാർ അഹെഡ്. ഇപ്പൊ ശശി തരൂരിന് അതേ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാകുമ്പോൾ, അല്ലെ അതിനേക്കാൾ ഒരേ മുന്നിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാകുമ്പോൾ പെട്ടെന്ന് എക്സ്പോസ് ചെയ്യപ്പെടും. 15 വർഷം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തെ ഡുവൽ സിറ്റി എന്നുള്ള ബാഴ്സലോണ ആക്കി മാറ്റുമെന്ന് നമ്മളത് കാര്യമായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ ഇന്ത്യയിൽ പൊതുവായിട്ട് നടന്ന വികസനത്തിന്റെ ഭാഗമായിട്ട് ഹൈവേ വികസനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് മുമ്പേ ചർച്ച ചെയ്യപ്പെടുന്ന വിഴിഞ്ഞം പോർട്ട്, ആ സമയത്ത് അദ്ദേഹം ഇവിടെ ഉണ്ടായി എന്നല്ലാതെ പ്രത്യേക ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു പ്രോജക്റ്റ് ഇവിടെ വന്നിട്ടില്ല. പിന്നെ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റൊക്കെ BJP-യുടെ ഗവൺമെന്റിന്റെ ഒന്നാമത്തെ മോഡി ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്റ്റാണ്. അത് എല്ലാ സ്ഥലങ്ങളും അവർക്ക് ഭരണമുള്ള സ്ഥലത്തും എല്ലാ സ്ഥലത്തും എല്ലാം അവർ ഓരോ സിറ്റികൾ സെലക്ട് ചെയ്ത് 1-2 സിറ്റികൾ സെലക്ട് ചെയ്ത് സ്മാർട്ട് സിറ്റിയാക്കി മാറ്റുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ശശി തരൂരിന്റെ ഒരു ഇൻവോൾവ്മെന്റും പറയാനില്ല. ഇവിടെ ഈ നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഒരു തമ്പാനൂരെ ആ ഒരു ഏരിയൽ പ്ലസ് തിയേറ്ററിന്റെ ആ ജംഗ്ഷൻ ഉണ്ടല്ലോ, ആ ജംഗ്ഷനിൽ ഒരു ഫ്ലൈ ഓവർ, അതുപോലെ കേശവദാസപുരത്ത് ഫ്ലൈ ഓവർ, അത് കണക്ട് ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്തെ നമ്മുടെ PSC ഹെഡ് ഓഫീസ് നിൽക്കുന്ന ആ സ്ഥലത്ത് ഒരു പിന്നെ പട്ടത്ത് ഒരു ഫ്ലൈ ഓവർ, ഇത്രയും വന്നു കഴിഞ്ഞാൽ തന്നെ തിരുവനന്തപുരത്ത് പിന്നെ ഇവിടെ പേരൂർക്കട ഒരു ഫ്ലൈ ഓവർ, ഇത്രയും വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ ട്രാഫിക് ബ്ലോക്ക് വലിയൊരു പരിധി വരെ പരിഹരിക്കാൻ പറ്റും. പക്ഷെ അതൊന്നും ഇതുവരെ വലിയ ലോക പൗരന് ഭയങ്കര ബുദ്ധിശാലി എന്നൊക്കെ പറയുന്ന ശശി തരൂരിന്റെ കണ്ണുപെട്ടിട്ടില്ല. എന്നാൽ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യാൻ ശേഷിയുള്ളവരാണ് രാജീവ്. ഇത് തിരുവനന്തപുരത്തുകാർക്ക് അറിയാം.
അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം നടക്കും. പക്ഷേ രാജീവിന് ബി ജെ പി ഇവിടെ എത്രത്തോളം സപ്പോർട്ട് കിട്ടുന്നതിന്റെ സംശയമാണ്. കാരണം തിരുവനന്തപുരം ബി ജെ പിയിലെ എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട പ്രവർത്തകർ നല്ലൊരു പങ്കും അവർ തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ മണ്ഡലമാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മുമ്പായിട്ട് സംസ്ഥാന പ്രസിഡന്റും കേരളത്തിൽ നിന്നുള്ള ബി ജെ പിക്കാരനും സംസ്ഥാന പ്രസിഡന്റ് മുരളീധരൻ മത്സരിക്കുന്ന മണ്ഡലമാണ്. മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ്. അപ്പം അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പം അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ബി ജെ പി വോട്ട് കൃത്യമായി വീഴുകയും കഴിഞ്ഞ തവണ ഒക്കെ നടന്ന പോലെയുള്ള ചിട്ടയ പ്രവർത്തനം നടക്കുകയും പ്ലസ് രാജീവിന്റെ കെയർ ഓഫിൽ ഈ തുക ഈ പറയുന്ന കോവളം, നെയ്യാറ്റിങ്കര, പാറശാല മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന് ഒരു ഔട്ട്റീച്ച് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഏതാണ്ട് ഉറപ്പായും ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ്. പക്ഷെ ഇത്രയും കാര്യങ്ങൾ നടക്കണം. സുരേഷ് ഗോപിയെ പറഞ്ഞ പോലെ നമുക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ ബി ജെ പിയുടെ സിസ്റ്റം കൃത്യമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കൂടെ നിൽക്കുകയും ചെയ്ത് രാജീവ് ഉറപ്പായിട്ടും ജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ സോഫ നമ്മൾ ഈ സിസ്റ്റം രാജീവിന്റെ ഒരു എഞ്ചിൻ ഉപയോഗിച്ച് ഈ സിസ്റ്റം ചലിക്കുന്നതല്ലാതെ സമഗ്രമായ രീതിയിൽ ഈ സിസ്റ്റം മുന്നോട്ട് പോകുന്നതായി തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ പോകാത്ത സാഹചര്യത്തിൽ ശശി തരൂർ തന്നെയാണ് സ്വാഭാവികം. അദ്ദേഹത്തിന് ആളുകൾക്ക് അറിയാൻ ഒരു എഡ്ജ് ഉണ്ട്, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ ഇനിയും സമയമുണ്ട്. ബി ജെ പി സിസ്റ്റം കൃത്യമായി പ്രവർത്തിക്കുകയാണെങ്കിൽ നല്ല സാധ്യത. ഇപ്പം തന്നെ ശശി തരൂരിന്റെ വോട്ട് വെർട്ടിക്കലി സ്പ്ലിറ്റ് ആയിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. പന്നിന് കിട്ടേണ്ട വോട്ട് പന്നിന് കിട്ടും, ശശി തരൂരിന്റെ വോട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ നല്ല മത്സരം തിരുവനന്തപുരത്ത് പൊളിറ്റിക്കലായി നല്ല മത്സരം നടന്നു കഴിഞ്ഞാൽ രാജീവ് ജയിക്കേണ്ടതാണ്. പക്ഷെ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ബി ജെ പി.